ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമേ സിറിയയിൽ ശരിയത്ത് ലോ ആണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ആരാണ്? HTS. ഈ ശരിയത്ത് ലോ സിറിയയിൽ കൊണ്ടുവന്നതിന് ഒരുപാട് പേർക്ക് എതിർപ്പുണ്ട്. വേറെ ആർക്കുമല്ല, സിറിയയ്ക്ക് ഉള്ളിലുള്ള ആൾക്കാർക്ക് തന്നെ. ഇതിന് കാരണം പ്രധാനമായിട്ട് വേറെ ഒന്നുമല്ല, സിറിയയ്ക്കുള്ളിൽ മറ്റുള്ള രാജ്യങ്ങളെ പോലെ, അതായത് ഈ UAE പോലെയോ സൗദി അറേബ്യ പോലെയോ അല്ലെങ്കിൽ ഖത്താർ പോലെയോ കുവൈറ്റ് പോലെയോ അങ്ങനത്തെ ഒരു സിംഗിൾ റിലീജിയൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഡെമോഗ്രഫി അല്ല സിറിയയുടേത്. അതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഫ്ലിക്റ്റ് ആണ്. എപ്പോഴും ഇവിടെ സിറിയ കോൺഫ്ലിക്റ്റ് ആയിട്ട് തുടരാനുള്ള കാരണം തന്നെ ഇങ്ങനത്തെ ചില ദീർഘവീക്ഷണമില്ലാത്ത ചില നിയമ നടപടികളാണ്. ശരിയാണ്, HTS ഒരു ജിഹാദ് സംഘടനയുടെ ഭാഗമായിട്ട് ഭരിക്കാൻ വന്ന ആൾക്കാരാണ്. അവർ സുന്നി അവര് സുന്നി സെക്റ്റിലുള്ള ആ ഒരു നിയമങ്ങളാണ് ഏറ്റവും കൂടുതൽ അവർ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അതിലുപരിയായിട്ട് സാധാരണ നോർമലായിട്ടുള്ള ആൾക്കാർ ഇപ്പം പല നാടുകളിലും ശരീഅത്ത് ലോ ഉണ്ട്, പല ഇസ്ലാമിക് കൺട്രീസിലും. പക്ഷെ അതേസമയം അതെല്ലാം തന്നെ അവർക്ക് വേണ്ട രീതിയിൽ അവർ ചില വിഷയങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു തീവ്രവാദ സംഘടനയുടെ ഭാഗമായിട്ടിരുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക് രാജ്യങ്ങളിൽ തന്നെ ഇവര് വിഘടനവാദികളായിട്ട് മാറുന്നത്? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ നോർമലായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, അതായത് ഈ വക രീതിയിൽ ഫിൽട്രേഷനൊക്കെ നടത്തി നിയമങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട്, അതായത് ഈ ഒരു മോഡേണൈസ്ഡ് ഹ്യൂമന് വേണ്ട രീതിയിലുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിനെയാണ് ഇവർ എതിർക്കുന്നത്. കാര്യം ഇത് ഫണ്ടമെന്റലിന് എതിരാണെന്നാണ് ഇവർ പറയുന്നത്. ഫണ്ടമെന്റലിന് എതിരാണ്. ഇപ്പൊ നമ്മൾ താലിബാൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇപ്പം TTP ഉണ്ട് പാകിസ്ഥാനിൽ. TTPയുടെ പ്രശ്നം എന്താണ്? പാകിസ്ഥാൻ, അതായത് നോർമൽ ആയിട്ടുള്ള പാകിസ്ഥാനികൾ ആചരിക്കുന്നതല്ല യഥാർത്ഥ മുസ്ലിം, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം, ഇതാണ് യഥാർത്ഥം എന്നുള്ള രീതിയിൽ അതിതീവ്രമായിട്ടുള്ള ഒരു മതചിന്താഗതി പടർത്താൻ വേണ്ടിയിട്ടാണ് TTP പറയുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് HTS അവിടെ ഒരു ശരീഅത്ത് ലോ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ഹാർഡായിരിക്കും. കാരണം അത് പ്യൂറായിട്ട് ആ ഒരു ലോ എടുത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. കാരണം അതുകൊണ്ടാണ് അവർ ആ ഒരു നിലപാട് ഉള്ളത് കൊണ്ടാണ് അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ സംഘടന ഇതാണ് ഈ ഒരു ജിഹാദ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇവര് ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സിറിയയിൽ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സിറിയയിലെ ഡെമോഗ്രഫി കുറച്ച് വ്യത്യാസമാണ്. അപ്പൊ സിറിയയിലെ ഡെമോഗ്രഫി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുന്നി മുസ്ലിംസ് ഉണ്ട്, അലവി മുസ്ലിംസ് എന്ന് പറഞ്ഞ ഒരു സെക്ട് ഉണ്ട്, അലാവൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷിയ സെക്ട് ഉണ്ട്, അതിലുപരിയായിട്ട് ഇസ്മായിലി മുസ്ലിം എന്ന് പറഞ്ഞൊരു സെക്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്രൂസ്. ഈ ഡ്രൂസും ഈ ഒരു ഇസ്ലാമിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ അവരെ ഇസ്ലാമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനല്ല അവർ താല്പര്യപ്പെടുന്നത്. അവരെപ്പോഴും ഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുവരെ നിൽക്കുന്നത്. അപ്പൊ അവർക്കും ഈ ഒരു ശരീഅത്ത് ലോയുമായിട്ട് അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരു കൂട്ടരാണ് അവർ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ അർമേനിയൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ട് അവരും ഈ സിറിയയിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് അവരുമുണ്ട് സിറിയയ്ക്കുള്ളിൽ. പിന്നെ സിറിയൻ ക്രിസ്ത്യൻസ് അവരുമുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ടാണ് കുർദ് കമ്മ്യൂണിറ്റികൾ വേറെയുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ മെയിൻ, അതായത് അറിയപ്പെടുന്ന രീതിയിൽ കമ്മ്യൂണിറ്റീസ് ഉള്ള ഡെമോഗ്രഫിയാണ് സിറിയയ്ക്കുള്ളിലാണ് ഞാൻ പറഞ്ഞത്. ഇതിലുപരിയായിട്ട് സുന്നിയിൽ തന്നെയും ചെറിയ ചെറിയ സെക്ടുകളായിട്ടൊക്കെ വിവിധ തരത്തിലുള്ള പലതരത്തിലുള്ള സെക്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ വൈഡായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ശരീഅത്ത് ലോ ഇംപ്ലിമെന്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് HTS എത്ര നാൾ ഇരിക്കുന്നോ അതുവരെ ഓക്കെ ആയിരിക്കാം. എത്ര നാൾ ഒരു മിലിറ്ററി പവറോടുകൂടി ഈ ഡോമിനേറ്റ് ചെയ്ത് റൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വരെ ഈ ഒരു വ്യവസ്ഥ നിലനിൽക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇത് ബ്രേക്ക് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി ഇടുമ്പോഴത്തേക്കും ഇപ്പൊ ഇന്നത്തെ ഒരു മോഡേൺ ഹ്യൂമൻ ബീങ്സിന് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ HTS അവിടെ റൂളിങ്ങിന് വന്നതിന് ശേഷം ആഗോളതലത്തിൽ ഇത്രയും നാളും ഈ ഒരു 10-12 വർഷം ഈ സിറിയൻ സിവിൽ വാർ തുടങ്ങി ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 10-12 വർഷമായിട്ട് സിറിയയ്ക്കുള്ളിൽ നിന്നും ഒരുപാട് ആൾക്കാർ വെളിയിലാണ്, പുറത്താണ്, സിറിയയ്ക്കുള്ളിലല്ല. സിറിയയ്ക്കുള്ളിൽ അസാദിന്റെ അനുകൂലികളും അങ്ങനത്തെ അനുയായികളുമായിട്ടുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ഇതര മതത്തിൽപ്പെട്ട ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഏറ്റവും മെജോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ടുള്ള സുന്നി കമ്മ്യൂണിറ്റി ഇപ്പൊ പുറത്തുനിന്നാണ് അകത്ത് പോയിരിക്കുന്നത് സിറിയയ്ക്കുള്ളിൽ. ഇവരൊക്കെ കുറച്ചുകൂടെ മോഡേണൈസ്ഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ശരീഅത്ത് ലോ ഫോളോ ചെയ്ത് നടക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ റിസ്ക് ആണിത്. അപ്പൊ ഇത് സിറിയയ്ക്കുള്ളിലുള്ള കമ്മ്യൂണിറ്റീസിന് തന്നെ ഇത് താല്പര്യമില്ലാത്ത രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അവർക്ക് തന്നെ ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഒരു മത നിയമമാണ്. അപ്പൊ ഇത് ഈ മത നിയമമാണ്. അപ്പൊ ഇത് അൾട്ടിമേറ്റ് ആയിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകുന്ന എല്ലാവരും ഇത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ കോലാഹലങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം വഴിയെ. അസർബൈജാനും ഇസ്രായേലും തമ്മിൽ കുറച്ചുകൂടെ ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അസർബൈജാനിന് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അസർബൈജാൻ കുറച്ചുകൂടി ജിയോ പൊളിറ്റിക്കലി കുറച്ച് ചേഞ്ച് ആകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വരെ അവര് അർമേനിയയുമായിട്ട് നല്ല രീതിയിലുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവരിപ്പം അർമേനിയയുമായിട്ടും അവര് ഒരു
പീസ് ടോക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ നല്ല സൂചനയാണിത്. UAE നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. UAE അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മീഡിയേഷൻ ഒക്കെ നടന്നത്. എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. അസർബൈജാൻ ഇറ്റ്സ് എ ഗുഡ് ചേഞ്ച്. ഒരു രാജ്യം എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇപ്പൊ ഇസ്രായേലിനെ അംഗീകരിച്ച് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ അസർബൈജാനെ പോലുള്ള രാജ്യങ്ങൾ, UAE പോലുള്ള രാജ്യങ്ങൾ, അതേപോലെ ഭാഗികമായിട്ടെങ്കിലും സൗദിയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറാണ്. അത് ഈ ഒരു റെഡിനെസ്സിനെയാണ് അപ്പുറത്ത് ഇറാൻ ഉൾപ്പെടെയുള്ള, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, തീവ്ര നിലപാടുള്ള ആൾക്കാർ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഇടയിൽ പെട്ടുകൊണ്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യയൊക്കെ നിന്ന് പോകുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന്റെ ഒരു ബാലൻസ് തന്നെ ഇസ്രായേലാണ്. ഇസ്രായേൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ തന്നെ നല്ല മുട്ടനടിയായിരിക്കും. ആരൊക്കെ ഞാൻ പറയാം, തുർക്കി, ഇറാൻ, സൗദി അറേബ്യ. കാരണം ഇവർ മൂന്ന് പേരും തന്നെ ആരാണ് ലീഡർ, ആരാണ് നേതാവ് എന്ന് ഇതുവരെ അവർക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവരിൽ ആർക്കെങ്കിലും ഇസ്രായേലിനെ അടിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അവർ ഒരു സക്സസർ ആയിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിലാണ് അവർ സ്വയമേ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ തുർക്കി എന്താണ് വിചാരിക്കുന്നത് പറഞ്ഞാൽ ഈ സിറിയക്കുള്ളിൽ നല്ല രീതിയിലുള്ള ഡോമിനേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അസാദിന്റെ ഭരണകൂടം അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത സമയത്ത് ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് സിറിയക്കുള്ളിൽ എവിടെയൊക്കെ ഈ ഒരു ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടോ എല്ലാം തന്നെ ആക്രമിച്ച് മൊത്തത്തിൽ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു. കാരണം എന്താണ്? ഇസ്രായേലിന്റെ ഉള്ളിൽ ഇസ്രായേലിന് അതൊരു ത്രെട്ടാണ്. കാരണം ഈ ഒരു തീവ്ര നിലപാടുള്ള ഈ HTSന്റെ കയ്യിൽ ഈ ആയുധങ്ങൾ, മാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഇസ്രായേലിനെതിരെ തന്നെ വരും. അത് 100% ഉറപ്പാണ്. ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഓരോ സ്ഥലങ്ങളും മുൻകൂട്ടി അറ്റാക്ക് ചെയ്തത്. പക്ഷെ അതേസമയം റഷ്യയുടെ 2 ബേസ് ഉണ്ടായിരുന്നു. ആ 2 ബേസുകളും ഇസ്രായേൽ തൊട്ടിട്ടില്ല. കാര്യം വേറെ ഒന്നുമില്ല, ഇസ്രായേലിന് റഷ്യയുടെ ബേസ് സിറിയക്കുള്ളിൽ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അന്തർധാര എന്ന് പറഞ്ഞത് ഇസ്രായേലും റഷ്യയും തമ്മിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട്, ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തുർക്കി ലേറ്റർലി ആണ് മനസ്സിലാക്കിയത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടും അതിന്റെ ഒരു വിഷമവും ആ ഒരു വികാരപ്രകടനമാണ് തയ്യബ് എർദോഗൻ ഈ ഉക്രൈനൊപ്പം നിന്നുകൊണ്ട് റഷ്യക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്. ആ മനസ്സിലുണ്ടായിരുന്ന ഒരു വെപ്രാളമാണ്. അതായത് ഈ ഒരു റഷ്യയെ ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത്, റഷ്യ ഇസ്രായേലിന് ഇൻഡയറക്ട്ലി സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളത് കുറച്ച് വൈകിയാണ് തയ്യബ് എർദോഗൻ മനസ്സിലാക്കിയത്. UK ചെന്നിട്ട് ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് റഷ്യക്കെതിരെ സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ആയിട്ട് പുറപ്പെടുവിക്കാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. മനസ്സിലായില്ല? അതാണ് ആ ലെവലിൽ കിടക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്സ്. തുർക്കിയും തന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിലവിലെ HTS അവിടെ ഈ അലാവിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഗോത്രങ്ങൾ, ക്രിസ്ത്യൻസ്, ഇവർ മൈനോറിറ്റീസിനെതിരെയൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഈ ഇസ്ലാമിക് ജിഹാദിന്റെ ഹെഡ് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ആക്രമണം നടത്തിയായിരുന്നു. അപ്പൊ ഇതിനെ തയ്യബ് എർദോഗൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ HTSനെ ഗൈഡ് ചെയ്യാണ്. HTS നിങ്ങൾ ധൈര്യമായിട്ട് ഇസ്രായേലിനെതിരെ പോകുമെന്നാണ് പറയുന്നത്. കാര്യം ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റി ആ ഭാഗത്തൊക്കെ പോയിട്ട് അറ്റാക്ക് ചെയ്ത് നിങ്ങൾ ഗോലാൻ ഹൈറ്റ്സിലോട്ട് കയറി പോവുക എന്നാണ് തയ്യബ് എർദോഗൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തയ്യബ് എർദോഗൻ ജസ്റ്റ് അങ്ങ് സ്പാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ HTSന് നന്നായിട്ട് അറിയാം ഇസ്രായേലിനെ കൺഫ്രണ്ട് ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്നുള്ളത്. കാരണം ഇസ്രായേലിനെ കൺഫ്രണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പൊ HTSന് ഇല്ല. അതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. പക്ഷെ തയ്യബ് എർദോഗൻ പറയുന്നത് ഞാൻ ഫുൾ ആൻഡ് ഫുൾ ബാക്കപ്പ് ചെയ്യാം, നിങ്ങൾ ഇറങ്ങിക്കോ എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് HTSന് അത്രയും കോൺഫിഡൻസ് പോരാന്നുള്ളതാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ അങ്ങനെ തച്ച് തകർക്കാൻ പറ്റിയ ഒരു സംഭവമല്ല. അത് ഇപ്പോഴും നമ്മുടെ കേരള ഹമാസിന് മനസ്സിലായിട്ടില്ല, അവിടെ ഇരിക്കുന്ന ഹമാസുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എവിടെ? ഗാസയ്ക്കുള്ളിൽ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാര്യം വേറെ ഒന്നുമില്ല, ഇസ്രായേലിന് എത്ര ആക്രമണങ്ങൾ നിങ്ങൾ സൈമൾട്ടനിയസ്ലി, അതായത് ഒരേ ടൈമിൽ തന്നെ പല ഏരിയകളിലുള്ള യുദ്ധം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇസ്രായേൽ ഇറാൻ, ഇസ്രായേൽ പാലസ്തീൻ, ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ ലെബനാൻ, ഇസ്രായേൽ ഹെസ്ബുള്ള, ഇസ്രായേൽ ഹൂത്തി. ഇനി ഇതിലുപരിയായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഇറാഖിന്റെ സൈഡിൽ നിന്നും സിറിയയുടെ സൈഡിൽ നിന്നൊക്കെ ഈ തീവ്രവാദ സംഘടനകൾ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ കൺഫ്രന്റേഷൻ നടത്തിക്കൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ തമാശയല്ല പറയുന്നത്. ഇതിനകത്ത് ഒരു പാർഷ്യാലിറ്റി നോക്കേണ്ട ആവശ്യമില്ല. അവർ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, എക്യൂബ്ഡ് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ അടി കിട്ടും, ഉറപ്പാണ്. പിന്നെ ഈ ഹമാസ് എന്നൊക്കെ പറഞ്ഞ ഈ തീവ്രവാദ സംഘടനകൾക്കൊക്കെ ഒളിഞ്ഞും പാത്തുമൊക്കെ 2-3 റോക്കറ്റൊക്കെ വിട്ടുകൊണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് കിട്ടുന്ന ആരെങ്കിലൊക്കെ ഇങ്ങനെ കൊലപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹീറോ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. അത് മാത്രമേ പറ്റുള്ളൂ. അതിലുപരിയായിട്ട് ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. അടുത്തിപ്പോ തുർക്കി പദ്ധതി ഇടുന്നത് ഇസ്രായേൽ സിറിയ, ഇസ്രായേൽ HTS, ഇസ്രായേൽ തുർക്കി. ഇതാണ് ഇപ്പൊ അടുത്തൊരു സെക്ഷനായിട്ട് മിഡിൽ ഈസ്റ്റിൽ അടുത്ത് രൂപപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഒരു യുദ്ധമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ എങ്ങാനും ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ തന്നെ കൊലാപ്സ് ആവുന്ന ഒരു അവസ്ഥയായിട്ട് മാറും. അത് ഉറപ്പാണ്. പക്ഷേ ഇസ്രായേൽ അവിടെ നിലനിൽക്കും. അതാണ് നമ്മൾ ഇതിലെല്ലാം മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം സംഭവിച്ചാലും
ഇസ്രായേൽ അവിടെ നിലനിൽക്കും. ഇസ്രായേലിന് ഒരിക്കലും കാഷ്വാലിറ്റി ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇസ്രായേൽ അവിടെ നിലനിൽക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ സമയത്താണ് ഇവിടെ 3 പേർക്ക് അവസരം കിട്ടുക. സൗദി അറേബ്യ, ഇറാൻ, തുർക്കി. നിങ്ങൾ 3 പേരിൽ ആരാണ് അപ്പൊ യഥാർത്ഥ ലീഡർ എന്നുള്ള ഒരു സംഗതി പുറത്തു വരും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവര് മിഡിൽ ഈസ്റ്റിലെ ആരാണ് ഹീറോ എന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. സൗദി ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, ഈ തുർക്കി ആയിക്കോട്ടെ, ഇവരെ എന്ത് വെച്ചുകൊണ്ടാണ്? തുർക്കിക്ക് കുറച്ചുകൂടെ ഈ സൗദി അറേബ്യയെക്കാളും ഇറാനേക്കാളും കുറച്ചുകൂടെ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ അതിലുപരിയായിട്ട് തുർക്കിയും അത്ര എളുപ്പത്തിൽ ഇസ്രായേലിനെ ചെന്ന് അങ്ങ് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാനുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു ഇനഫ് കപ്പാസിറ്റി അവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇപ്പോഴും ഇസ്രായേൽ അവിടെ വെറുതെ തന്നെയല്ലേ ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം അത് പറ്റത്തില്ല എന്നുള്ളതാണ്. അവർക്ക് അതിന്റെ കപ്പാസിറ്റി ഇല്ല, നടക്കില്ല. ഹമാസ് ഒരു 4 പേരെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇപ്പൊ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ ഇതിനെ ഡിനൈ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ 4 പേരായിട്ട് വിടണ്ട, അതിൽ ഒരാളെയാണ്, ഒരു അമേരിക്കൻ സിറ്റിസനാണ് ജീവനോടെ വിടാന്ന് പറയുന്നത്. ബാക്കിയുള്ളത് 3 മൃതശരീരങ്ങളാണ്. അപ്പം ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താണോ US-ഉമായിട്ട് ചർച്ചയിൽ സംസാരിച്ചത്, എന്താണോ സ്റ്റീവ് വിറ്റ്കോഫ് വെച്ച ഡിമാൻഡ് 50% റിലീസ്, 60 days എക്സ്റ്റൻഷൻ, സീസ് ഫയർ എക്സ്റ്റൻഷൻ, ഇതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിന് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റിലീസ് ചെയ്താൽ മതി എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് സ്റ്റീവ് വിറ്റ്കോഫ് എടുത്തിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പൊ അതിനെക്കുറിച്ച് വലിയ തീരുമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് പോയി നിങ്ങൾ സംസാരിച്ചു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇസ്രായേലിന്റെ കോർട്ടിലാണ് ഇപ്പൊ ബോൾ എന്നാണ് ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇതിനകത്ത് നമ്മളല്ലല്ലോ ഈ ഒരു ഡീൽ ചർച്ച ചെയ്തത്, നമ്മൾ ചർച്ച ചെയ്ത ഡീൽ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ വിഷയങ്ങൾ എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പം ശനിയാഴ്ച അവിടെ ഓഫ് ഡേ ആണ്. അതുപോലെ ഞായറാഴ്ച ഡിസ്കസ് ചെയ്തിട്ട് അവർ അതിൽ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. IDF ഗാസയ്ക്കുള്ളിൽ ഒരു സ്ട്രൈക്ക്, എയർ സ്ട്രൈക്ക് ആണ് ചെയ്തത്. 9 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. ഇത് വേറെ ഒന്നുമല്ല, അവിടെ തീവ്രവാദപരമായ നടപടിക്രമങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനെ തുടർന്ന് ഇത് IDF ട്രൂപ്പിന് ഒരു ത്രെട്ടായിട്ട് മാറുന്ന ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അവിടെ അറ്റാക്ക് നടത്തിയതായിട്ട് പറയുന്നത്. ഇതില് ബെയ്ത്ത് ലേഹിയ ഭാഗത്താണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ഇസ്രായേൽ നിരന്തരം അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് പ്രിസൈസ് ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ പൊതുജനങ്ങളുടെ മേളിൽ ചെന്ന് ബോംബിടാനല്ല ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പിക്ചർ നിങ്ങൾ കണ്ടല്ലോ, ഇത് നുസൈറാത്ത് പറഞ്ഞ ഗാസയുടെ ഉള്ളിലുള്ള ഒരു പിക്ചറാണ്. ഒരു സൈഡില് ഒരു ഡോങ്കി വെഹിക്കിൾ, അതിലാണ് ആൾക്കാർ ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ ഓയിലും ഈ എണ്ണയും ഇങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഓയിൽ ഷോർട്ടേജ് ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ പരിമിതി ഉണ്ട്. പിന്നെ ആൾക്കാർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത്, സാധാരണക്കാർ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഒരു ഡോങ്കി വെഹിക്കിളാണ്. ഈ വെഹിക്കിളാണ് ഇപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഗാസയുള്ളത്. ഇവർ എത്ര കാലം റീകൺസ്ട്രക്ഷൻ ചെയ്താലും ആ സ്ട്രിപ്പ് ഭാഗത്ത് ഒരു ഒറ്റ റോഡ്, ഒരു മെയിൻ റോഡ് വളരെ ഡീസന്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതിലുപരിയായിട്ട് ആ ഗാസയൊന്നും ഇത്രയും കാലം വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടൊന്നും അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. ഇതൊക്കെ കൺതുടപ്പിന് വേണ്ടിയിട്ട് ഈജിപ്റ്റ് പോലത്തുള്ള ആൾക്കാർ ഇതിനകത്ത് കൊണ്ട് ഈ ഒരു അറവുശാല പോലെ ആൾക്കാരെ അതിനകത്ത് കയറ്റിയിരുത്തി ഇസ്രായേലിനെതിരെ ഇപ്പൊ പൊരുതി മരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരെ ഉണ്ടാക്കിയിടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ ഗാസ ഇത്ര നാളൊരു കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു ഡീപ്പ് റൂട്ടിൽ ഇത്രമാത്രം തുരങ്കങ്ങളൊക്കെ പണിത് അതിനകത്ത് പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. ഒന്നാമത് അത് ഡെസർട്ട്. അപ്പൊ അതിന്റെ മേളിലാണ് ഈ ഒരു ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ഷൻ ചെയ്ത് നിർത്തുന്നത്. അതിന്റെ ഉള്ളില് ആ മണലും തുറന്നുകൊണ്ടാണ് ഇവന്മാർ ടണൽ നിർമ്മിക്കുന്നത്. എത്രമാത്രം ഇൻസെക്യൂർ ആയിട്ടായിരിക്കും ഈ ഒരു ബിൽഡിംഗ് ഒക്കെ അവിടെ നിലനിന്ന് പോയിരുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഗാസ റീബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും ആത്മാർത്ഥമായിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടി ഗാസ റീബിൽഡ് ചെയ്യണം എന്നല്ല ഇവരൊക്കെ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.